നിയമോളെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞാ കേക്കട്ടെ. വെൽക്കം ബാക്ക്. അപ്പം ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അപ്പം ഇതെന്താണെന്ന് മനസ്സിലായി. ഇതാണ് കാഷ്യൂനട്ട്, നമ്മുടെ കശുവണ്ടി. ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കശുമാവും പഴമൊക്കെ പെറുക്കി. എനിക്ക് സത്യത്തിൽ ഇന്നലെ ഇവർ രണ്ടുപേരും കൂടെ കശുമാവിൻ്റെ അവിടെ പോയി കശുമാവും പഴമൊക്കെ പെറുക്കണം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരതൊക്കെ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇവരിതേ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് ഇത് ചുട്ടു തരാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ചുടാനൊക്കെ പോവാണ്. അവൾ കുറുമ്പത്തിയൊന്നുമില്ല. അപ്പോൾ നിയമോളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇതൊന്ന് ചുടാൻ പോവാണ്. പക്ഷെ നല്ല മഴ നല്ല തകർത്ത് വരുന്നുണ്ട്. നല്ല എന്താ പറയുക, അന്തരീക്ഷമൊക്കെ ഏകദേശം മൂടി തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കശുവണ്ടിയൊക്കെ ഒന്ന് ചുടാൻ പോവാണ്. അപ്പം തുടങ്ങാം. ഞങ്ങൾ കശുവണ്ടി ചുടാൻ പോവാണ്. പക്ഷെ നല്ല ഇഷ്ടം കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തരാറ് ആ കുശുമ്പൻ തീർത്തു. അവൻ തരാറ് എന്നെ കശുവണ്ടി ഒന്നും താരെ പോയിട്ടോ. അതെ, അങ്ങനെ മുഴുവൻ വെച്ചാൽ താരെ പോട്ടോ. ഇത്ര വലിയൊരു കശുവണ്ടി ഉണ്ടട്ടോ. അപ്പോൾ അയ്യോടാ, ഞാൻ കൈ നീട്ടിയില്ലല്ലോ. അപ്പോൾ തന്നെ കൈ കൊണ്ട് വന്നേ. കൈ നീട്ടിയില്ല. അപ്പോഴത്തേക്ക് ഒരാൾ കൈയും കാലും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാക്കി ഞങ്ങൾ ഒരു പണി ചെയ്യാൻ പോവാണ്. ജാക്കിക്ക് ഇത് തിന്നാനുള്ളതാണെന്ന് ഓർത്തോണ്ട് കേട്ടോ. നിവിൻകുട്ടൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. ജാക്കി അവിടെ നിന്നോളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ വരാടി ചക്കരേ, അപ്പോൾ വരാടി ചക്കരേ, അപ്പടി പൊണ്ണടി ചക്കരേ. അപ്പം ഞങ്ങളിവിടെ എന്താ പരിപാടി എന്നൊക്കെ നോക്കി രണ്ടുപേരും ഇവിടെ വന്ന് തലയൊക്കെ പൊക്കിപ്പിടിച്ച് നോക്കുന്നുണ്ട്. ടർക്കി കോഴി വന്ന് നോക്കാം ഇവരിവിടെ എന്താ പരിപാടിയെന്ന്. അപ്പം നിവിൻകുട്ട വേഗം പേപ്പർ കത്തിക്കുക. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സംഭവം ഇപ്പം തീരും കേട്ടോ. മഴ ഭയങ്കര വരുന്നുണ്ട്. ചെറിയ ചുള്ളി എടുക്കുക. നിനക്ക് ഞാൻ ആദ്യം കത്തി പിടിപ്പിച്ച് തരാം കൊച്ചേ. അല്ല, ഇളക്കണം കമ്പും വെച്ച്. അപ്പോൾ നമുക്ക് കശുവണ്ടിയൊക്കെ ഒന്ന് കത്തിച്ച് നോക്കാം. കശുവണ്ടിയൊക്കെ ഒന്ന് ചുടാൻ പോവാണ്. ഈ പിള്ളേർ കുറേ രാവിലെ തൊട്ട് എൻ്റെ പുറകെ തുടങ്ങിയാണ്. പിന്നെ ഇങ്ങനെയാണോ എൻ്റെ തീപ്പെട്ടി എവിടെ? തീപ്പെട്ടി കൊണ്ടുവന്നേ. ഇത് തീപ്പെട്ടി കത്തൂല്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വഴക്കാണ്. അവർക്ക് കശുവണ്ടി വേണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് എന്നോട് വഴക്കായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊടുക്കാതിരിക്കാനും നിവൃത്തിയില്ലാതെ. അപ്പോൾ ഒന്ന് അതിന് കുറച്ച് ചുള്ളികളൊക്കെ വെച്ചൊന്ന് തീ ഒന്ന് കത്തി പിടിക്കണം. റബ്ബറിൻ്റെ ചുള്ളി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച്. അപ്പോൾ തീയൊക്കെ കത്തി പിടിച്ചിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പേ ഇത് ചുട്ടെടുക്കണേ. നീ നമ്മളെ ആ പേപ്പറും കൂടെ എടുത്തുകൊണ്ടുവന്നേ. നീ മോളെ അങ്ങനെ ഏകദേശം കശുവണ്ടിയൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തീയൊക്കെ കെടുത്തിയ ശേഷം എല്ലാം ഒന്ന് നോക്കട്ടെ. ചിലതൊക്കെ കരിഞ്ഞൊന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കശുവണ്ടിയൊക്കെ ഒന്ന് ചുടുന്നതേ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഭയങ്കര ഡാൻസാണ് കേട്ടോ. അവൾക്ക് പിന്നെ എന്താ പറയുക, മുറ്റത്തേക്ക് ഇറങ്ങിയ കുറച്ച് നേരം ഡാൻസ് കളിക്കുക, ഓടിക്കളിക്കുക, ഇതൊക്കെ തന്നെ ആശാത്തിയുടെ പരിപാടിയൊക്കെ. പണ്ട് കാലത്ത് ഇങ്ങനെ എല്ലാവരും ചുട്ടാണ് കശുവണ്ടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ പിള്ളേർ അതൊക്കെ കണ്ട് ഇന്നലെ കുറച്ച് കശുവണ്ടി കുറിച്ച് ഞങ്ങളൊക്കെ ചുട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഇനി ഒന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ ഇച്ചിരി ചൂടൊക്കെ ആറണം അല്ലേ നീയാമോളെ? കാറ്റും കോളും ഒക്കെ ഉണ്ട്. മഴ പെയ്യാനുള്ള ഒരു ഇതില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക, വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. ഇനിയിപ്പം വൈകുന്നേരം നമുക്ക് ഇച്ചിരി ചക്ക പുഴുങ്ങാം അല്ലേ? ഇച്ചിരി ചക്ക പുഴുങ്ങി കുറച്ച് മുളകും പൊട്ടിക്കാം. ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് ചക്ക പുഴുക്കാൻ അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ചക്കയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ചക്ക പുഴുക്കാക്കാന്ന് വെച്ചു. അപ്പോൾ രാത്രിയോ കറി നന്നായിട്ട് വത്തലമുളക് നന്നായിട്ട് ചെറിയ ഉള്ളി വത്തലമുളക് ഞാൻ കഴിക്കില്ല. മഴയെത്തും മുമ്പേ ഞാൻ നിയാമോളും കൂടെ ഒരു
കളി കളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് കളിയാണെന്നറിയോ? എന്താ നമുക്ക് അത് വേഗം വരുത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം ദിവസമൊന്നുമില്ല, ഒരു 15 days ഒക്കെ കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളൊക്കെ അപ്പൊ എനിക്ക് കുൾഫ് പഠിക്കാം, ബസ്സിൽ പോവാൻ, സ്നാക്സ് തിന്നാം, ഇംഗ്ലീഷ് പറയാം. അപ്പോൾ വെക്കേഷനൊക്കെ തീരാൻ പോകുന്നത് കൊണ്ട് പിള്ളേരുടെ എന്താ പറയുക അവധി ഈ വർഷം നമുക്ക് എങ്ങും ടൂറൊന്നും പോകാൻ പറ്റിയില്ല. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നോക്കാം ഒരു കൈ. പോയല്ലോ, എവിടെ പോയി? ഞങ്ങൾ ബാംഗ്ലൂർ, പിന്നെ അടിമാലി 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 അതവിടെ ഇട്ടിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല കളിക്കുന്നത്. ചം ചം ചമക്ക് ചം ചം സ്റ്റെപ്പ് എടുത്തേ. ചം ചം മഴ പെയ്തില്ല, മഴ പെയ്യട്ടെ, മഴ പെയ്യ. മാനം കാണിച്ചുതരാം ഗൈസ്, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, എന്ത് സുഖമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ് ഇടുന്നത് കശുവണ്ടിയൊക്കെ ചുട്ട്, ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കശുവണ്ടിയൊക്കെ ഇന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ കാരണം ഗൈസ് എല്ലാം കുറേയൊക്കെ ഞങ്ങളിങ്ങനെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ബുദ്ധിയുണ്ട് ഓക്കെ. അങ്ങനെ നമ്മുടെ കശുവണ്ടി ഈ ഒരു പരുവത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്കെ ഒന്ന് പൊട്ടിക്കണ്ടേ നീയാ മോളെ? നമുക്ക് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ദേ ഇത്രയും കശുവണ്ടി ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ദിവസം പിള്ളേരൊക്കെ കൂടെ പിന്നെ ഇവർ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഇതൊക്കെ എന്താ പറയുക ഒരു ഭയങ്കര എന്താ പറയുക സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾ ഒക്കെ ചുട്ടിവിടെ വെച്ചു കേട്ടോ. കാപ്പി ഉണ്ടാക്കിയില്ല, 4 മണി കാപ്പി. ഇപ്പോൾ ശരിക്കും 4 മണി കാപ്പി 5 മണി കാപ്പിയായി. 4-4:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പം കുറച്ച് കളകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക കളകളൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പറിക്കണം. പിന്നെ ഒരു ക്ലീനിങ് വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലീനിങ് വീഡിയോസ് എന്താണെന്നുള്ള കമൻറ്റ് ക്ലിയർ ആയിട്ടില്ല. മീൻസ് നമ്മൾ വാഷ് ചെയ്യുന്നതാണോ, പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളാണോ, പച്ചക്കറി തോട്ടത്തിൻ്റെ ക്ലീനിങ് ആണോ, ഇനി വീട് വൃത്തിയാക്കണ ക്ലീനിങ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ കുറച്ച് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊച്ചു കളകളൊക്കെ ഇവിടെ ഞാൻ നട്ടേക്കണ പച്ചക്കറി തോട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കളയൊക്കെ ഒന്ന് പറിക്കണം. പിന്നെ ഒരു മഴയുടെ ഒരു കോൾ, ഇപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് പറിക്കാനും ഒരു ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനെന്നാ അത് ഒക്കെ പറിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വെച്ചു. കുറച്ച് കളകളൊക്കെ ഉണ്ട്. ഈ പന്തലൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഇടണം. ക്ലീനിങ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക ഇതെല്ലാം ഉൾപ്പെടും കേട്ടോ. അപ്പം ഇത് വലുതാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിടാം. അപ്പം നമ്മുടെ ചീരയൊക്കെ കണ്ടോ, എന്ത് നല്ല സുന്ദര കുട്ടനായി നോക്കിയൊക്കെ ചീരയൊക്കെ കണ്ടോ. അപ്പം ഇത്രയും നല്ല കാണിക്കട്ടെ, അതെ ഇത് കാണിച്ചു കൊടുക്കാം. അതാണ് നിയാമോളുടെ ചീര. നിയാമോക്ക് തോരൻ വെച്ച് തരാം കേട്ടോ. ഒരുപാട് കളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയ കളകളൊക്കെ വന്നതുകൊണ്ട് ഇന്നിപ്പം വെയിലൊന്നും ഇല്ലല്ലോ, നല്ലൊരു കാലാവസ്ഥയായതുകൊണ്ട് ഞാൻ കളകളൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ കൊച്ചു കളകളെല്ലാം പറിക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോയിൽ ഉൾപ്പെടുന്ന ഒരു വ്ളോഗാണേ. അപ്പം എങ്കിലും എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു പയറൊക്കെ പറിച്ചത്. അപ്പം കുറച്ച് ചീര വിത്തുകളൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചെറുതായി ഒന്ന് ഇത്തിരി വലുതായി കഴിയുമ്പോൾ ഞാനൊന്ന് ഓരോന്ന് പറിച്ച് മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നല്ല ഫ്രഷ് ചീരയൊക്കെ നമ്മുടെ പിള്ളേർക്ക് തോരനൊക്കെ വെച്ച് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ വേറെ
പ്രത്യേകിച്ച് അങ്ങനെ തന്നെ. ഇനി കുറച്ച് പച്ചക്കറികളും കൂടെ നടണമെന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ക്യാരി ബാഗൊക്കെ മേടിച്ച് വേണം അതിലേക്ക് എനിക്ക് പച്ചക്കറികളൊക്കെ നടാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയുടെ പരിപാടികളൊക്കെ നമ്മൾ കുഞ്ഞു പിള്ളേർ പരിപാലിക്കുന്ന പോലെയാണ് കേട്ടോ. അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നും വർത്തമാനമൊക്കെ പറഞ്ഞും പെറുക്കി നമ്മൾ ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് കൊച്ചു കൊച്ചു വളങ്ങളും ഒക്കെ ഇട്ട് നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് ചാണകമൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഞാൻ ഈ പാറ്റൻ ബോക്സ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടതൊക്കെ വളമൊക്കെ. എങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കായ്ച്ചൊക്കെ കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പം ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കസിൻ്റെ പിള്ളേരെല്ലാവരും കൂടെ വന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ ഗേറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന് കഴിയുമ്പോൾ ഇവളിങ്ങനെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നീ പിള്ളേരെല്ലാവരും കൂടെ വന്നു. അപ്പം നമ്മുടെ പണിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്കായി കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ജാക്കി നോക്കി ഇരിക്കുവാന്ന് പറ. ജാക്കി നോക്കി നിൽക്കുക കേട്ടോ. ഇതാരൊക്കെയാണ് ഈ വരുന്നതെന്ന് വെച്ചോണ്ട് അവളെ ഇറയത്ത് തന്നെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ നിയമോളുടെ കസിൻസ് എല്ലാം വരുന്ന കണ്ടിട്ട് അവരിങ്ങനെ നോക്കുവാണ്. നിവേദ അവിടെ കിടന്ന് പിന്നെ കശുവണ്ടി പൊട്ടിക്കലും പരിപാടിയും. കശുവിനിട്ട് അമ്മിണിയമ്മേ എന്താണ് കൊണ്ടുവന്നേക്കണേന്ന് ഒരാൾ വന്ന് ചോദിക്കണു. അതെ വീഡിയോയിലുണ്ട്. ഓ മടത്ത് നോക്കുക എന്താ ഒന്നും കൊണ്ടുവരാത്തതെന്ന് ആ നോട്ടം. കണ്ണു നോക്കിക്കേ. അയ്യോ സാരല്ല. ആരടിയത് കയ്യന്മാരോട് ഞാൻ ക്ലീനിങ് വീഡിയോ ചെയ്യുമായിരുന്നു. ഒന്ന് നേരെ ചോനെ പിടിക്കുന്നു പറഞ്ഞു സപ്പോർട്ട് ചെയ്തേ ഇല്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവാ. നീ അവരുടെ കളിക്കുക കിട്ടോ ചുമ്മാ. നമ്മളെ പട്ടി അവിടെ നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മളത് പോവാണ്. കിട്ടു. ഞാനിപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു. 12 ചെറിയ രീതിയില്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കയറി വരുവായിരിക്കും അല്ലേ. കുറച്ച് ലൂസാ, അത് ഇളകി പോകും. കാരണം അവിടെ വലിച്ചു കെട്ടിയത് അമ്മണിയമ്മ പിന്നെ ലൂസായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ് അവിടെ സ്ട്രോങ് അല്ല, അതുകൊണ്ടാണ്. നല്ല സ്ട്രൈറ്റ് നിന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. അതിനിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൽക്കാലം അങ്ങനെ ഓക്കെ. അപ്പം ചീര ഞാൻ കുറച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാറിക്കടാ മുകളിലോട്ട്. അപ്പോൾ ഇവളുടെ പേരെന്നാണ്? കുഞ്ഞു സൈസ് പച്ചച്ചീരയാണ്. ഇത്തിരി പുറകോട്ട് മാറുന്നോ? ഇതൊരു പച്ചച്ചീരയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചച്ചീര ഒന്ന് പറിച്ചൊന്ന് നട്. അമ്മിണിയമ്മ ചീര നട്ടോ? അത് കയറി വന്നോളൂ അമ്മിണിയമ്മ. അതെ മഴ പെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് കൂട്ട് കൊണ്ടേ മതി. എന്തോ മഴ പെയ്യുന്നുണ്ട് ആണോ? വീഡിയോ ഒരാൾ എപ്പോഴും ചോദിക്കും വീഡിയോ ഇടാവോ ചേച്ചി, ക്ലീനിങ്ങിന്റെ വീഡിയോ ഇടാവോ? ആരാ? ഒരു പുള്ളിയെ. അപ്പോൾ കയറി വരുന്നത് അത്യാവശ്യം കുറച്ച് ചീരയൊക്കെ നട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ കൈയൊക്കെ കഴുവാണ്. ഇതാരത്? മക്കളെ ആക്കി എടുക്കുന്നേ മാമിയുടെ സ്കൂട്ടറിനെ ആ സൈഡിൽ കൂടെ കയറിക്കോ. അല്ല നീ അതിലേ കയറി എടുത്തോ, സൈഡിൽ കൂടെ പോയി. ആ താക്കോലിങ് എടുത്തരാം. എങ്ങോട്ട് രണ്ടുപേരും കൂടെ എങ്ങോട്ടാണോ? അപ്പോൾ ഒരു സർപ്രൈസായിട്ട് നമ്മുടെ ജാക്കിക്കുട്ടിയുടെ ഓണർ കുട്ടി തന്നെയാണ് കേട്ടോ വന്നതും. അപ്പോൾ അവർ ജസ്റ്റ് എൻ്റെ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.